മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ. അനാഥാലയങ്ങളിൽ നിന്ന് വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ മാസപ്പടി വാങ്ങിയെന്ന് വ്യക്തമാണെന്നും മാത്യു കുഴൽനാടൻ സഭയിൽ പറഞ്ഞു. സഭയിൽ രേഖകൾ ഉയർത്തിക്കാട്ടിയ മാത്യു കുഴൽനാടന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. വിവരങ്ങളുമായി ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, പുതിയ ആരോപണമാണ് ഇപ്പോൾ വീണ വിജയനെതിരെ മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ദൃശ്യ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പുതിയ ആരോപണവുമായാണ് മാത്യു കുഴൽനാടൻ ഇന്ന് സഭയിൽ പ്രസംഗം ആരംഭിച്ചത്. വീണ വിജയന്റെ കമ്പനി കാരുണ്യ പ്രവർത്തനം അനാഥാലയങ്ങളിൽ മാസം തോറും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട്. കമ്പനി ഓഫ് രജിസ്ട്രാറിന്റെ രേഖകളിൽ മാസപ്പടി വാങ്ങിയതായിട്ട് തെളിവുകൾ ഉണ്ടായിട്ടാണ് മാത്യു കുഴൽനാടൻ MLA ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് CMR വിവാദവുമായിട്ടുള്ള സംസാരം ഉയർന്നപ്പോൾ സഭാധ്യക്ഷൻ ഈ കോടതി വിഷയങ്ങളിൽ സഭയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വീണ്ടും ഇത്തരത്തിൽ CMRലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചത്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇത്തരത്തിൽ അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടെന്ന കാര്യം പറയുന്ന സമയത്താണ് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തത്. പിന്നീട് മാത്യു കുഴൽനാടനെ ഈ സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് അടുത്ത വ്യക്തിയിലേക്ക് ചർച്ച കൊണ്ടുപോവുകയായിരുന്നു. CMRലുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ രേഖകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മാത്യു കുഴൽനാടൻ സഭയിൽ പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ സംസ്ഥാനത്തിന് പുറത്തും അകത്തും നിന്നും ഇത്തരത്തിൽ അനാഥാലയങ്ങളിൽ നിന്നും മാസം തോറും ചാരിറ്റിയുടെ പേരിൽ തുക കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിന്റെ രേഖകൾ തന്റെ പക്കലുണ്ട്. ആ രേഖകൾ പക്കലുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കേണ്ടതാണെന്നാണ് സഭാധ്യക്ഷന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായത്. അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പിന്റെ ധനാഭ്യർത്ഥനയ്ക്ക് മേലുള്ള ചർച്ചയിലാണ് ഇത്തരത്തിൽ ഈ CMRൽ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പുതിയ ആരോപണവും മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവിന്റെ പ്രതികരണം ഇന്നായിരുന്നു. കമ്പനി ഓഫ് രജിസ്ട്രാറിന്റെ രേഖകൾ യഥാസ്ഥിതി വായിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പ്രതികരണങ്ങളൊന്നും ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല എന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ CMRലുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വ്യക്തിയുടെ പേരാണ് PV എന്ന വ്യക്തി മുഖ്യമന്ത്രി അല്ല എന്ന് PV എന്ന വാക്കിനർത്ഥം പിണറായി വിജയൻ അല്ല എന്ന് മുഖ്യമന്ത്രി സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ തന്റെ MLA സ്ഥാനം ഈ നിമിഷം രാജിവെക്കുമെന്നൊരു വെല്ലുവിളി മാത്യു കുഴൽനാടൻ എന്തായാലും സഭയിൽ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും CMRൽ മോശപ്പടിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പുതിയൊരു ആരോപണവുമായിട്ടാണ് മാത്യു കുഴൽനാടൻ ഇന്ന് സഭയിൽ പ്രസംഗിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയാണ് മാത്യു കുഴൽനാടൻ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.